നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഗൃഹസ്ഥരായ ഭക്തർ പ്രത്യേക വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ആചാര്യന്മാർ നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് ഏകാദശി, ശിവരാത്രി, നവരാത്രി തുടങ്ങിയവ അവനവൻ്റെ സ്ഥിതിക്കനുസരിച്ച് പാലിക്കണം. അതുപോലെ തീർത്ഥാടനങ്ങൾക്കും പ്രാധാന്യമുണ്ട്. മനഃശുദ്ധിക്കായി പുണ്യസ്ഥലങ്ങളിൽ ഈശ്വര വിചാരത്തോടുകൂടി ചെയ്യുന്ന അടനം അഥവാ യാത്രയാണ് തീർത്ഥാടനം. ഈശ്വര സാക്ഷാത്കാര സമ്പന്നരും വിജ്ഞാനികളും പരാഭക്തരുമായ യോഗീശ്വരരാണ് ശരിയായ തീർത്ഥങ്ങൾ. അതുപോലെ ഈശ്വര മഹിമ ഏതൊരാൾക്കും എളുപ്പത്തിൽ അനുഭൂതമാകുന്ന പവിത്ര ദേശങ്ങളും തീർത്ഥസ്ഥലങ്ങളായി മാനിക്കപ്പെടുന്നു. പുരാണേതിഹാസ സംബന്ധികളോ മഹജ്ജന സന്നിധികളോ ഒക്കെയാണ് മിക്ക തീർത്ഥാടന കേന്ദ്രങ്ങളും. അസംഖ്യം തീർത്ഥാടന കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. അവയിൽ ചില പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ദ്വാരക, ബദരീനാഥം, ജഗന്നാഥപുരി, രാമേശ്വരം തുടങ്ങിയ ചതുർധാമങ്ങൾ. സപ്തമോക്ഷപുരികളായ അയോധ്യ, മധുര, കാശി, കാഞ്ചി, ഹരിദ്വാരം, ഉജ്ജയിൻ, അമരാവതി എന്നിവ സനാതനധർമ്മികൾക്ക് ശ്രേഷ്ഠമാണ്. അതുപോലെ ദ്വാദശി ജ്യോതിർലിംഗങ്ങളും സപ്തതീർത്ഥ നദികളും ഏറെ പ്രധാനപ്പെട്ടതാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ഭൂരംഭാംസ്യനലോനിലോംബരമഹർ നാഥോ ഹിമാംശുഃ പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം നാന്യത് കിഞ്ചന വിദ്യത്തെ വിമൃശതാം യസ്മാത് പരസ്മാത് വിഭോഃ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഭൂരംഭാംസ്യനലോനിലോംബരമഹർ നാഥോ ഹിമാംശുഃ പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം നാന്യത് കിഞ്ചന വിദ്യത്തെ വിമൃശതാം യസ്മാത് പരസ്മാത് വിഭോഃ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. വിമർശനം ചെയ്യുക അല്ലെങ്കിൽ വിചാരം ചെയ്യുക എന്നത് അന്ധകരണത്തിൻ്റെ വ്യാപാരമാണ്. ശ്രുതി, ശ്രവണം, മനനം എന്ന ക്രമത്തിൽ വിമർശനം ചെയ്യുന്നവർക്ക് ഒന്ന് മനസ്സിലാകുന്നു: പ്രപഞ്ചത്തെ 8 മൂർത്തിയായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന്. അങ്ങനെ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ പരമമായ വിഭുവിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്നറിയുന്നു.
ശ്രീ ശങ്കരാചാര്യ രചിച്ച ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്ന ഈ ഭാഗമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 9ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഭഗവാന്റെ മഹേശ്വര സങ്കല്പത്തിൽ വളരെ പ്രധാനമായ അഷ്ടമൂർത്തി സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പ്രപഞ്ചമഖിലവും ഭഗവന്മയമാണ്. ആത്മൈവേദം സർവം, പുരുഷയേവ ഇദം സർവം, ബ്രഹ്മൈവേദം സർവം എന്നൊക്കെ ആവർത്തിച്ച് ശ്രുതികൾ പറയുകയാണ്. ഈ കാണാകുന്ന സകലവും സർവേശ്വരൻ തന്നെയാണ്. അവൻ്റെ ചമൽക്കാരങ്ങളാണ്, അവൻ്റെ ആവിർഭാവങ്ങളാണ്. സൃഷ്ടിരൂപത്തിൽ വിലസുന്നത് സ്രഷ്ടാവ് തന്നെയാണ്. അവിടെ സ്രഷ്ടാവും സൃഷ്ടിയും ഭേദമില്ലാത്ത ഏകത്വമാണ്. ആ ഒരു സത്യത്തെ ബോധിപ്പിക്കുന്നതിന് ഋഷീശ്വരന്മാർ ഉപദേശിക്കുന്ന സങ്കേതമാണ് അഷ്ടമൂർത്തി സങ്കേതം. പഞ്ചഭൂതങ്ങളും സൂര്യനും ചന്ദ്രനും ജീവാത്മാവും ചേർന്നതാണ് 8 മൂർത്തികൾ. ഈ 8 മൂർത്തികളിൽ വിഭക്തനാണ് ഈശ്വരൻ. അതാണ് പറഞ്ഞത്, ഭൂരംഭംസ്യനലോനിലോംബരമഹർനാഥോ ഹിമാംശു പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം. യസ്യ മൂർത്യഷ്ടകം, യാതൊരു സർവേശ്വരൻ്റെ മഹേശ്വരൻ്റെ മൂർത്തി അഷ്ടകം 8 മൂർത്തികൾ ചരാചരാത്മക പ്രപഞ്ചമായി പ്രകാശിക്കുന്നു. ചരാചരാത്മക പ്രപഞ്ചമായി ചരങ്ങളും അചരങ്ങളും ചലിക്കുന്നവയും ചലിക്കാത്തവയും ഒക്കെയായ സകല ജീവരാശികളും സകല പ്രകടിത ഭാവങ്ങളും ചേർന്ന ഈ ജഗത്ത് വാസ്തവത്തിൽ ഭഗവാന്റെ അഷ്ടമൂർത്തിയാണ്. കാരണം പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും ജീവാത്മാവും, ഇതിൽ നിന്ന് ഭിന്നമായി അന്യമായി മറ്റൊന്നില്ല. അപ്പോൾ ഇങ്ങനെ 8 മൂർത്തികളായി പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നു. അതേ സമയത്ത് പറയുകയാണ്, നാന്യത് കിഞ്ചന വിദ്യതേ വിമൃശതാം യസ്മാത് പരസ്മാത് വിഭോ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അഷ്ടമൂർത്തിയാണെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ തരംതിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല പറയുകയാണ്. കാരണം വിമൃശതാം, വിമർശം ചെയ്യുന്നവർക്ക് എന്താണ് ഈ പ്രപഞ്ചം, അഥവാ എന്താണ് ഈശ്വര സ്വരൂപം, ഈ തത്വത്തെക്കുറിച്ച് വിമർശം ചെയ്യുന്നവർക്ക്, അന്വേഷണം ചെയ്യുന്നവർക്ക്, വിചാരം ചെയ്യുന്നവർക്ക് പരസ്മാത് വിഭോഹോ അന്യത് കിഞ്ചന ന വിദ്യതേ. പരമേശ്വരനിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നും തന്നെ ഇല്ല. പരസ്മാത് വിഭോഹോ, പരമേശ്വരനിൽ നിന്ന് അന്യമായി, കിഞ്ചന ന വിദ്യതേ, ഒന്നും തന്നെ ഇല്ല. ആർക്ക്? വിമർശത, വിമർശം ചെയ്യുന്നവർക്ക്. വിമർശം ചെയ്യാത്തവർക്കെല്ലാം ഭിന്നങ്ങളാണ്. അതൊന്ന് വേറെ, ഇതൊന്ന് വേറെ, ഒന്നുപോലില്ല ഒന്ന്. അതാണ് വിമർശം ചെയ്യാത്തവർക്ക്. അതായത് പ്രത്യക്ഷമായി കാണുന്നത് മാത്രം നിരൂപണം ചെയ്യുന്നവർക്ക്. എന്നാൽ എന്താണ് ഇതിൻ്റെ സ്വരൂപമെന്ന് വിമർശം ചെയ്യുന്നവർക്ക് ഈശ്വര ഭിന്നമായിട്ടൊന്നില്ല. അവിടെ ഈശ്വരനെ സൂചിപ്പിക്കുന്ന ശബ്ദം വിഭു ശബ്ദമാണ്. വിഭു, പരസ്മാത് വിഭോഹോ, വിഭോഹോ, വിഭുവിൽ നിന്ന് ഭിന്നമായി ഒന്നില്ല. വിശേഷേണ ഭവിക്കുന്നവനാണ് വിഭു. വിവിധമായതിനെ ഭവിപ്പിക്കുന്നവനാണ് വിഭു. ഈ സന്ദർഭത്തിൽ ഏറ്റവും യുക്തമായ പദം അതാണ്. ഇപ്പോൾ വിശേഷമായി ഭവിക്കുന്നവൻ,
വിശിഷ്ടങ്ങളായവയെ ഭവിപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ എല്ലാമായി തീർന്നിട്ടുള്ളത് അവൻ തന്നെ, എല്ലാത്തിനെയും പ്രകടമാക്കുന്നതും അവൻ തന്നെ. അങ്ങനെയുള്ള പരമനായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും പ്രമാണപ്രമേയ വ്യവഹാരങ്ങൾക്കും എല്ലാം ഉപരിയുള്ള ആ വിഭുവിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുമില്ല. പിന്നെ എന്തിനാ അഷ്ടമൂർത്തി എന്നൊക്കെ പറയുന്നേ? ഒരാവശ്യമില്ല. അപ്പോൾ ഒരു തലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രപഞ്ചമഖിലവും അഷ്ടമൂർത്തിയാണ്. മറ്റൊരു തലത്തിൽ പറയുമ്പോൾ അങ്ങനെ 8 മൂർത്തിയായി വിഭജിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എല്ലാം ഭഗവാനാണ്. എന്തുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ അതിന് മുഴുവൻ ഉണ്മയെ നൽകുന്നത് ഏകസത്യമാണ്. അപ്പോൾ ഈശ്വര ഭിന്നമായിട്ടൊന്നില്ല. ഇതാണ് പ്രഖ്യാപനം. ഭഗവത്ഗീതയിൽ നമുക്കൊരിടത്ത് പഠിക്കാം, ഏതേത് ഭാവങ്ങളിൽ ഭഗവത് തത്വം വിചാരം ചെയ്യപ്പെടണം, കേഷു കേഷു ച ഭാവേഷു ചിന്തിയോസി ഭഗവന്മയ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് വളരെ വിസ്തൃതമായി വിഭൂതി ഉപദേശം ചെയ്യും ഭഗവാൻ. ഏതേത് ഭാവങ്ങളിൽ, വിശിഷ്ടങ്ങളായ ഭാവങ്ങളിൽ ഭഗവാൻ ചിന്തിക്കപ്പെടാം എന്ന്. അങ്ങനെ വിസ്തൃതമായി അനേക വിഭൂതികളെ പറഞ്ഞ ശേഷം ഒടുവിൽ പറയുകയാണ്, അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവർജുന വിഷ്ടഭ്യാഹമിദം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത്. അല്ലേ അർജുന, ഇങ്ങനെ വിസ്തൃതമായി ഞാൻ പറഞ്ഞ് നീ അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഒന്ന് മാത്രം പറയാം, എൻ്റെ ചെറിയൊരംശം കൊണ്ട് ഈ പ്രപഞ്ചം അഖിലവുമായി ഞാൻ തീർന്നിരിക്കുകയാണ്. അഖിലവുമായി. വിഷ്ടഭ്യാഹമിദം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത്. ചെറിയൊരംശം കൊണ്ട് ഈ പ്രപഞ്ചം അഖിലവും വ്യാപിച്ച് ഞാൻ നിലകൊള്ളുകയാണ് എന്ന് പറയുമ്പോൾ ഈശ്വര ഭിന്നമായിട്ടൊന്നില്ല. അതാണ് പുരുഷ ഏവ ഇദം സർവം എന്നെല്ലാം ശ്രുതി പ്രഖ്യാപിക്കുന്നത്. ആ ഈശ്വര ഭിന്നമായിട്ടൊന്നില്ല എന്ന തിരിച്ചറിവിൽ പറയുകയാണ്, തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയെ. ഇങ്ങനെയാണ് ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ 9ാമത്തെ ശ്ലോകം. വാസ്തവത്തിൽ ഇതോടുകൂടി സ്തോത്രഭാഗം കഴിഞ്ഞു. ഇനി അടുത്തത് ഫലശ്രുതിയാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി സനാതനധർമ്മം. ഓം അമൃതേശ്വരേ നമഃ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഭജനകൾക്ക് ശേഷം അമ്മ ആശ്രമത്തിലെ ഒരു കുഞ്ഞുമോനോട് സംസാരിക്കുകയായിരുന്നു. അവൻ മൈക്കെടുത്ത് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, പണ്ട് കാലത്തെ ആളുകളുടെ കയ്യിൽ കൊട ഉണ്ടായിരുന്നില്ല. അത് കാരണം വലിയ ഇലകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അമ്മ ചോദിച്ചു, ആണോ മോനെ? അപ്പോൾ ആ കുഞ്ഞുമോൻ പറഞ്ഞു, അതെ അമ്മേ, ശരിക്കും. അമ്മ ചോദിച്ചു, മോൻ അറിയോ നമ്മുടെ ഉള്ളിൽ ഒരു കൊട ഉണ്ടെന്ന്? അതാണ് യഥാർത്ഥ കൊട, നമുക്ക് സംരക്ഷണവും സുരക്ഷയും നൽകുന്ന കൊട. പക്ഷേ അത് തുറക്കണമെങ്കിൽ നമുക്കൊരു ബട്ടൺ പ്രസ് ചെയ്യണം. നമ്മുടെ അഹങ്കാരമാകുന്ന ബട്ടൺ അമർത്തിയാലേ ആ കൊട തുറക്കുകയുള്ളൂ. 4 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് അമ്മ പറഞ്ഞ വളരെ ലളിതമായ വാക്കുകളിൽ നമുക്ക് വളരെ ആഴത്തിലുള്ള ഒരു പാഠമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കൊട ഉണ്ടല്ലോ, അത് കൃപയാകുന്ന കൊടയാണ്. പക്ഷേ നമ്മുടെ അഹങ്കാരം നമ്മോട് പറയും, എൻ്റെ ജീവിതം എൻ്റെ കൈകളിലാണ്, ഞാൻ നിശ്ചയിക്കുന്ന പോലെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, എനിക്കറിയാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ സമ്പാദിക്കണം എന്നെല്ലാം. എന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ എന്നുള്ള ആ ഒരു ഭാവം, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതാണ് ഈ ലോകമെന്നുള്ള ഭാവം, ഈശ്വരൻ്റെ കൃപയ്ക്ക് തടയായി നിൽക്കുന്നു. നമ്മുടെ ആ അഹങ്കാരത്തിനെ ഒന്നൊതുക്കിയാൽ, ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ ഈശ്വരൻ്റെ കൈകളിലേക്ക് നൽകിയാൽ, അതാണ് അമ്മ പറയുന്നത്, അഹങ്കാരമാകുന്ന ബട്ടൺ അമക്കിയാലേ കൃപയാകുന്ന കൊട തുറക്കുകയുള്ളൂ എന്ന്. അമ്മ പറയുന്നു, ഈശ്വരന് പക്ഷഭേദമില്ല. എല്ലാ അതിർവരമ്പുകൾക്കും എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറമാണ് ഈശ്വരൻ. എല്ലാവരിലും ഒരു പോലെ കൃപ വർഷിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. നമുക്ക് നമ്മുടെ തല താഴ്ത്തി ശരണാഗതി അടയുവാൻ സാധിക്കുമെങ്കിൽ
ഈശ്വരനിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കും. സന്തോഷത്തിലും സങ്കടത്തിലും, വിജയത്തിലും തോൽവിയിലും, നഷ്ടത്തിലും ലാഭത്തിലും നമുക്ക് ഒരു സമചിത്തത വരും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ ഞാനൊന്ന് പറയട്ടെ. അനിത, അതാണ് അവളുടെ പേര്. അവൾ US-ൽ ഡോക്ടറായ ഭർത്താവും 2 കുഞ്ഞുമക്കളുമായി ജീവിക്കുകയായിരുന്നു. എല്ലാ വർഷവും അമ്മയെ കാണാൻ വരും. അമ്മ US-ൽ പോകുമ്പോൾ ഒരു വർഷം അമ്മ അനിതയോടും ഭർത്താവിനോടും പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലേക്ക് മാറണമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുവെന്ന്. അമ്മയുടെ ഈ വാക്കുകൾ അവർ തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു. അവർക്ക് US-ലെ ജീവിതം വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അമ്മയിലുള്ള അവരുടെ വിശ്വാസം, അമ്മയോടുള്ള അവരുടെ ശരണാഗതി കാരണം അവരുടെ സംശയങ്ങളും ഭയങ്ങളും എല്ലാം മാറ്റിവെച്ച് അമേരിക്കയിലെ ആഡംബരം നിറഞ്ഞ ജീവിതം ഉപേക്ഷിച്ച് ഭാരതത്തിലേക്ക് വരാൻ അവർ തയ്യാറായി. ആശ്രമത്തിലെ ഒരു കൊച്ചുമുറിയിൽ ജീവിക്കുവാൻ അവർ പഠിച്ചു. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ അനിതയുടെ ലോകം തലക്കീഴായി മറഞ്ഞു. കാരണം അവൾക്ക് സ്തനാർബുദ്ധം ഉണ്ടെന്ന് കണ്ടെത്തി. വളരെ വേഗം അതിക്രമിക്കുന്ന ഒരു ട്യൂമറായിരുന്നു അത്. സർജറിയും 8 റൗണ്ട് കീമോതെറപ്പിയും പിന്നീട് റേഡിയേഷനുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അതത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. സർജറിക്ക് ശേഷം ഉള്ള രാത്രി അനിത വല്ലാത്ത വേദന അനുഭവിക്കുകയായിരുന്നു. ആ സമയത്ത് ആ വേദനയുടെ അഗാധതയിൽ നമ്മുടെ അമ്മ അനിതയെ ഫോണിൽ വിളിച്ചു. അനിതയോട് 4 വാചകങ്ങൾ പറഞ്ഞു. മോളെ, നീ വിഷമിക്കരുത്, സമയം മാറും, ധൈര്യമായിട്ടിരിക്കൂ, അമ്മ ഉണ്ട് എപ്പോഴും മോളുടെ കൂടെ. അനിത പറഞ്ഞു, ഈ വാക്കുകൾ എനിക്ക് നൽകിയ ആത്മധൈര്യവും വിശ്വാസവും അതിലൂടെ അമ്മ ഒഴുക്കിയ കൃപയും എൻ്റെ വേദനയെ തരണം ചെയ്യുവാനുള്ള ശക്തി എനിക്ക് നൽകി. അതിലും അപ്പുറം ഈ ഒരു പ്രതിസന്ധിയെ അംഗീകരിക്കുവാനും സാധിച്ചു. അമ്മയുടെ ആശുപത്രിയിൽ അമ്മയുടെ സുന്ദരമായ മുഖത്തിന് എൻ്റെ മുറിയുടെ ചുമരിൽ കണ്ടുകൊണ്ട് എല്ലാ വേദനയും സഹിച്ച് ഞാൻ ചികിത്സ തുടർന്നു. എനിക്ക് കീമോതെറപ്പി നൽകിയിരുന്ന നഴ്സുമാരിൽ സ്നേഹവും കാരുണ്യവും നിറഞ്ഞിരുന്നു. അനിതയും ഭർത്താവും 2 പേരും പറയുന്നു, ഈ അസുഖം US-ൽ വെച്ചായിരുന്നു വന്നിരുന്നതെങ്കിൽ എന്തൊരു തലവേദന ആയിരുന്നേനെന്ന്. ഭർത്താവിന് ജോലിക്ക് പോകാതെ പറ്റില്ല. കാരണം ജോലിയിൽ നിന്ന് മാറി ലീവ് എടുത്താൽ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെയാകും. പിന്നെ ആ സമയത്ത് കോവിഡിൻ്റെ ഉച്ചകോടിയാണ്. ഡോക്ടറാകുമ്പോൾ അദ്ദേഹത്തിന് ജോലി പോകേണ്ടി വരും. റേഡിയേഷൻ, കീമോ എന്നീ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന അനിതയുടെ അടുത്തേക്ക് വരാനും പറ്റില്ല. അവരുടെ മാതാപിതാക്കളും നിസ്സഹായരാകും. കോവിഡ് മൂലം അവർക്ക് US-ലേക്ക് യാത്ര പറ്റില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലായെന്നേ അവർ. ഇവിടെ ആയിരുന്നത് കാരണം അനിതയുടെ മക്കൾക്കും അമ്മയിൽ നിന്നും ആശ്രമത്തിലെ നമ്മൾ എല്ലാവരിൽ നിന്നും സ്നേഹവും പരിലാളനവും ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ആശ്രമത്തിലേക്ക് മാറിയതിലൂടെ, ആ സമർപ്പണത്തിലൂടെ അവരുടെ ജീവിതത്തിലാകെ അമ്മയുടെ കൃപയാകുന്ന കൊട തുറന്നു. ആർക്കും ജീവിതത്തിൽ ദുഃഖം ഒഴിവാക്കുവാൻ സാധിക്കില്ല. പക്ഷേ അതേസമയം നമ്മളിൽ ശരണാഗതി ഉണ്ടെങ്കിൽ നമ്മൾ ഈശ്വര കൃപയ്ക്ക് പാത്രമാകും. വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ, ഗുരുവിൻ്റെ കൃപ നമ്മെ കാത്തുരക്ഷിക്കും. അമ്മ പാടുന്ന പോലെ, നിൻ കൃപയുണ്ടെങ്കിൽ ഏത് മുടന്തനും വന്മല കയറാൻ പ്രയാസമുണ്ടോ? അമ്മ പറയുന്നു, ഈശ്വരൻ്റെ കൃപ എല്ലായ്പ്പോഴും എവിടെയുമുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതം ഈശ്വരന് നൽകുക. വിനയത്തോടെ, എളിമയോടെ, സമർപ്പണ ഭാവത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ ഈശ്വരൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയെത്തും. നമുക്ക് നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ച് ഈശ്വരനിൽ ശരണാഗതി അടയാനായി പ്രാർത്ഥിക്കാം. ഈശ്വരൻ്റെ കൃപയാകുന്ന കൊട നമ്മുടെ മുകളിൽ തുറന്നു നിന്ന് നമ്മളെ സംരക്ഷിക്കട്ടെ. ഓം അമൃതേശ്വരിയേ നമഃ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
जय जय हनुमान जय हनुमान जगत्रय पूजित जय भगवान जय जय हनुमान जय हनुमान जगत्रय पूजित जय भगवान जनि मृदि नाशक जन्म विमोचक जनक जवल्सन जय हनुमान जनक जवल्सन जय हनुमान जय जय हनुमान जय हनुमान जगत्रय पूजित जय भगवान।